നമസ്കാരം. അന്ന് സി സദാനന്ദൻ മാസ്റ്ററുടെ കൈപിടിച്ച് കാസർഗോഡ് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ പ്രഖ്യാപിച്ചു, ഇതുപോലെയുള്ള ജനസേവകരാണ്, രാഷ്ട്രസേവകരാണ് നമുക്ക് ആവശ്യം. ആ കൈകൾ പിടിച്ചുയർത്തിക്കൊണ്ട്, ആ മനസ്സ് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ആ ജീവിതം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ആ പ്രസംഗം ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും ജനശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സമാരാധ്യനായ പോരാളി. ഇരുകാലുകളും നഷ്ടപ്പെട്ടിട്ടും ഹൃദയം കൊണ്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് വെപ്പുകാലുകളുമായി പാതയോരങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന വീര ഇതിഹാസകാരൻ. അദ്ദേഹത്തെ അതിലപ്പുറം വിശേഷിപ്പിക്കാനാവില്ല. വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി. അദ്ദേഹത്തെ മാധ്യമങ്ങളിലൊക്കെ വെറും സി സദാനന്ദൻ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ നെയിം സ്ട്രിപ്പ് കൊടുക്കുന്നത്. ഇവിടെ തുന്നൽ ടീച്ചർക്ക് ടീച്ചറും അല്ലെങ്കിൽ ഡ്രില്ല് മാഷിന് മാസ്റ്ററും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന, വ്യാജ ഡോക്ടറേറ്റുമാർക്ക് ഡോക്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന മാധ്യമങ്ങൾക്ക് സി സദാനന്ദൻ മാസ്റ്ററുടെ ആ ഒരു പവിത്രത, അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം അറിയില്ല എന്ന് ഖേദത്തോടെ വിഷമത്തോടെ ഓർക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ കെ അണ്ണാമലൈ, കുപ്പസ്വാമി അണ്ണാമലൈ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു, അവർ ഹോണറബിൾ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുജി ഹാസ് നോമിനേറ്റഡ് Thiru Sadanandan Master to the Rajya Sabha. His nomination brings to the Rajya Sabha the wisdom of over 4 decades of hands-on experience in education and strength of a life shaped by Kerala's politically charged landscape. He took a rebirth on January 25th, 1994 at the age of 30 when CPM goons attacked firm and chopped off both his legs for shifting towards RSS. From then to now, Sadanandan Master's life is a testament to his willpower and the courage in his conviction to serve our nation by fighting against the divisive forces. കുപ്പസ്വാമി അണ്ണാമലൈ ബിജെപിയുടെ സമാരാധനായ തമിഴ്നാട്ടിലെ നേതാവ്, അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മാസ്റ്ററെ അറിയാവുന്നവർക്കറിയാം, രാഷ്ട്ര സ്നേഹത്തെ, രാജ്യസ്നേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കാപാലികന്മാരായ CPM ഗുണ്ടകളുടെ ക്രൂരമായ അതിക്രമത്താൽ ഇരുകാലുകളും നഷ്ടപ്പെട്ടിട്ടും മനസ്സാന്നിധ്യം കൊണ്ട്, ധൈര്യം കൊണ്ട് അതിശക്തമായി പിടിച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടർന്ന് രാഷ്ട്രത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നടത്തുകയും ചെയ്ത ധീരനായ നേതാവ്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് കാസർഗോഡ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. श्रीमान सदानंद जी मास्टर को पेश करना चाहता हूं. ये सदानंद जी मास्टर, भाइयों बहनों, मैं देशवासियों को कहना चाहता हूं, ये कैसे लोग हैं? ये सदानंद जी मास्टर, उनका कोई गुनाह नहीं था, वो भारत माता की जय बोलते थे. उनका एक ही गुनाह था, वो देश के गरीबों के लिए अच्छे रास्ते पर चलना चाहते थे. और जब उन्होंने अपने विचारों के अनुसार काम करना शुरू किया तो इन कम्युनिस्ट पार्टी ने उनके दोनों पैर काट दिए, दोनों पैर काट दिए. आज वो आर्टिफिशियल पैर लगा करके आज भी हिम्मत के साथ, सेवा भाव से केरल की जनता की सेवा कर रहे हैं. जो लोग दिन रात हम पर आरोप लगाते हैं, मैं उन लोगों को पूछना चाहता हूं, दिल्ली में आंखें बंद कर करके जो बैठे हैं, मैं उनको पूछना चाहता हूं, क्या गुनाह था सदानंद मास्टर जी का जिनके पैर काट दिए गए क्योंकि उनकी विचारधारा से आप सहमत नहीं थे? ആ കൈകൾ പിടിച്ചുയർത്തിക്കൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു, എ സദാനന്ദൻ ജി മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി, സത്പ്രവർത്തികൾ, അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തികൾ, അദ്ദേഹം നാടിനു വേണ്ടി ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ആ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ട് അന്നേ മോദി മനസ്സിൽ കുറിച്ചിട്ടതാണ് ഈ പേര്, സദാനന്ദൻ ജി മാസ്റ്റർ. ആ സദാനന്ദൻ ജി മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോവുകയാണ്. കേരളത്തിന്റെ പ്രതിനിധിയായി, കേരളത്തിന്റെ ജനങ്ങളുടെ പരിച്ഛേദമായിക്കൊണ്ട് അവിടെ കൃത്യമായി
ഇവിടെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് കേട്ടു എന്ത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് എന്ന്. മദാമ്മ ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട്, രാഹുൽ ഗാന്ധിക്ക് എന്ത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് രമേശ് ചെന്നിത്തല ജിയോട് ചോദിക്കുകയാണ്. ഇവരെയൊക്കെ പൊക്കി പിടിച്ച ഒരു കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിന് സദാനന്ദൻ മാസ്റ്ററുടെ മഹത്വം മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊക്കെ പല ജന്മങ്ങൾ ഒന്നുകൂടി ജനിക്കണം. മോദി പറഞ്ഞതുപോലെ യഹേ സദാനന്ദൻ ജി മാസ്റ്റർ. അഭിനന്ദനങ്ങൾ, ആശംസകൾ, പ്രാർത്ഥനകൾ.